അൽഫാത്തിഹ വിളിച്ച് യാസീനോദാണ്. യാസീനോദ തെറ്റന്നെ തെറ്റ്. അയാൾ ആ യാസീൻ എങ്ങനെ ഓതുമ്പോ എന്ത് ഓതിയാ മതി? ആവർത്തിച്ച് ഫാത്തിഹ ഓതിയാ മതി. അതേ കിട്ടുള്ളൂ. മറ്റേത് ഖുർആൻ ശപിക്കും. എത്ര ഓത്തുകാരുണ്ട് ഖുർആൻ അവരെ ശപിക്കുന്നു. എത്ര ഓത്തുകാരുണ്ട്. വൽ ഖുർആനു യൽഅനുഹു. ഖുർആൻ പറയുന്നു നിർത്തടാ ഓത്ത്, നിന്നെ കൊണ്ട് എടങ്ങേറായി, നീ ഒന്നും നിർത്തുന്നില്ലല്ലോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. യാസീൻ ഓതുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു ഉദാഹരണം. എല്ലാവരും കൂടി ശ്രദ്ധിക്കും. ഉദാഹരണം പറഞ്ഞു. യാസീൻ ഓത്ത് എല്ലായിടത്തും കാണാം വ്യാപകമായിട്ട്. ഞാനിങ്ങനെ ഓതും പോലെയാണോ അല്ലേ എന്നുള്ള നിങ്ങൾ പറഞ്ഞു എന്റെ ഓത്ത് കേട്ടു. സാധാരണ ഇങ്ങനെയാണ് എല്ലാവരും ഓതല്. കുറെ ആയത്തുണ്ട്. ഒരായത്ത് ഉദാഹരണം. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ ഫലം തകൂനൂ തഅഖിലൂൻ. ഇങ്ങനെയല്ലേ ആൾക്കാർ ഓതല് അല്ലേ? നിങ്ങൾ ആരും യാസീൻ ഓതിയിട്ടില്ല. ഇങ്ങനല്ലേ ആളുകൾ പൊതുവെ അങ്ങനെ ഓത്. ഈ ഓത്ത് തെറ്റാ. ഇങ്ങനെ ഓത്തും തെറ്റാ. ഞാൻ ഒന്നുകൂടി ഓതിത്തരാം. ഈ തെറ്റാവർത്തിക്കാനല്ല, ഇങ്ങനെയാണ് ഓതുന്നത് തിരിയാൻ. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ ഫലം തകൂനൂ തഅഖിലൂൻ. ഇങ്ങനെ ഓത് തെറ്റാണ്. ഇത് ഒന്നുകിൽ ഓത്ത് നിർത്തിയിട്ടുള്ള ഓത്ത് അല്ലെങ്കിൽ കൂട്ടിയിട്ടുള്ള ഓത്ത്. രണ്ടോത്താണ്. തെറ്റായ ഓത്തിന് വരുന്ന കൂട്ടി കുഴമ്പിച്ചത് അതിന്റെ പേര്. അതാണ് ഇപ്പൊ ഓതി ഓത്ത്. നിർത്തി എങ്ങനെ ഓതുക? നിർത്തുമ്പോ ശ്വാസം വിടണല്ലോ. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ അഫലം തകൂനൂ തഅഖിലൂൻ. ഇനിങ്ങനെ കൂട്ടി ഓതുക. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറൻ അഫലം തകൂനൂ തഅഖിലൂൻ. കസീറൻ അഫലം തകൂനൂ എന്നാണ്. കസീറ അഫലം തകൂനൂ ഓത്തില്ല. തൻവീനല്ലേ അവിടെ? തൻവീന് വെളിവാക്കണ്ടേ അപ്പുറത്ത്. കസീറൻ അഫലം തകൂനൂ. എന്നാ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൊണ്ട് എവിടെ യാസീൻ ഓതുമ്പോഴും ഞാൻ നേരത്തെ ഓത്ത്. അങ്ങനെ 10,000 യാസീന് വാപ്പാന്റെ പേരിൽ ഓതിയും സമാധാനം ചെയ്തിട്ട് എന്താ കാര്യം? അതുകൊണ്ട് കാര്യം ഖബറിലേക്ക് എത്തണമെങ്കിൽ തെറ്റില്ലാതെ ഓതണ്ടേ? അല്ല നമ്മൾ മൊഴിനൊക്കെ ഖബറിലേക്ക് എത്തുന്നിരിക്കുക ഇല്ല. ഇൽമാണ് വേണ്ട കാര്യമായിട്ട്. അത് ഓതാൻ നന്നായി പഠിക്കും. തെറ്റില്ലാതെ ഓരോ ദിവസവും യാസീൻ രാവിലെ ഓതുന്ന ആളാണോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരാളെ പകലിന്റെ തുടക്കം എല്ലാ ദിവസവും സൂറത്ത് യാസീൻ ഓതിയിട്ടാണെങ്കിൽ ഖുളിയത്ത് ഹവായിജുഹു കുല്ലുഹാ, അവന്റെ മുഴുവൻ ആവശ്യങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കും.